blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പിറകിൽ ഏതാണ്ട് 5ഓളം വ്യക്തികൾ ചേർന്നിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി പോവുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. മനോജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണല്ലോ, എല്ലാ അനുഗ്രഹങ്ങളെയും അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ പൊഴിയൂരിൽ നിന്നുള്ള സോണിയ അലക്സാണ്ടറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ സാമ്പത്തിക കടത്തിൽ നിന്നും വിടുതൽ അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗൂഡല്ലൂരിൽ നിന്നുള്ള മേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രോപ്പർട്ടിയുടെ സെയിൽ ഏറ്റവും നല്ല വിലയ്ക്ക് തന്നെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കറ്റാനത്ത് നിന്നുള്ള ലിബിൻ ജോൺ ആൻഡ് ലിൻസി ജോണിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലിബിന് കർത്താവെ +2 എക്സാമിനേഷനിൽ എല്ലാ വിഷയത്തിലും നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുംബൈയിൽ നിന്നുള്ള ഡാനിയൽ ലാവിസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഡാനിയലിന് കർത്താവെ 12th സ്റ്റാൻഡേർഡിൽ ഒരു നല്ല റിസൾട്ട് ലഭിക്കുവാനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ കർത്താവിയുടെ മേൽ എല്ലാം അങ്ങ് പകർന്നതിനായി നന്ദി പറയുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ചതിന് ഈ എല്ലാ വ്യക്തികളോടുമുള്ള പ്രത്യേകമായ നന്ദി ബ്ലെസ്സിംഗ് ടുഡേയുടെ പേരിൽ അറിയിക്കുകയാണ്. കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം കർത്താവ് നിങ്ങളുടെ മേൽ പകരട്ടെ എന്ന് ആശംസിക്കുന്നു. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ആറ്റിങ്ങൽ ജനുവരി 29 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ ആറ്റിങ്ങൽ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മുണ്ടക്കയം ജനുവരി 30 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഹെൻറി ബേക്കർ മെമ്മോറിയൽ CSI പാരിഷ് ഹാൾ മുണ്ടക്കയം. എനിക്ക് ദൈവം കൊടുത്തൊരു നന്മയുടെ കാര്യം പറയാനായിട്ടാണ് ഞാൻ എൻ്റെ ഇവിടെ നിൽക്കുന്നത്. താൻ പറഞ്ഞത് ഇങ്ങനെയാണ്, 1986 താൻ രാജസ്ഥാനിൽ വരുന്നത്. 90-ൽ തനിക്ക് ജോലി ലഭിച്ചു. 93-ൽ കല്യാണം കഴിഞ്ഞു. 1986 മുതൽ താനൊരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. 2008-ലാണ് ജയ്പൂരിൽ താൻ താമസം ആരംഭിക്കുന്നത്. അന്ന് മുതൽ തനിക്കൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, സ്വന്തമായിട്ടൊരു ഭവനം വേണമെന്നുള്ളത്. അതിനുവേണ്ടി താൻ ഇങ്ങനെ തൻ്റെ കയ്യിൽ അതിനനുസരിച്ചുള്ള പണമൊന്നും ഇല്ലായിരുന്നു, ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ 2011 സെപ്റ്റംബർ മാസം മുതലാണ് താൻ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണാൻ തുടങ്ങിയത്. അങ്ങനെ ആ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവിടെ നിന്നുള്ള അഡ്രസ്സ് തനിക്ക് ലഭിച്ചു. അങ്ങനെ താൻ അവിടെ നിന്ന് ഒരു കത്തെഴുതുവാണ്. ബ്രദർ ഡാമിയന് ഈ സിസ്റ്റർ ഒരു കത്തെഴുതി. ആ കത്തിൽ താൻ പ്രത്യേകം പറഞ്ഞിരുന്നു, എനിക്ക് സ്വന്തമായിട്ടൊരു ഭവനം വേണം, അതിനു വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കണം, ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് താനൊരു കത്ത് ബ്രദറിന് അയച്ചു എന്നാണ് പറയുന്നത്. സിസ്റ്റർ പറഞ്ഞത്, ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കത്തിന് മറുപടി വന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അടുത്ത വർഷം കഴിയുന്നതിന് മുൻപ് സഹോദരിക്കൊരു ഭവനം ലഭിച്ചിരിക്കും എന്ന് പറഞ്ഞു. സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്, കൃത്യം 2012 ആയപ്പോഴേക്കും 2012 ഏപ്രിൽ മാസത്തിന് മുൻപ് തനിക്കൊരു സ്വന്തമായി യേശു ഈ ജയ്പൂരിൽ ഒരു വീട് കൊടുത്തു. ഹല്ലേലൂയ. കൈകൾ അടിച്ച കർത്താവിന് നന്ദി പറഞ്ഞാൽ ചിലർക്ക് വിചാരിക്കും ഒരു വീട് കിട്ടിയ ഇത്ര വലിയ അത്ഭുതമാണ്. പക്ഷേ വാടക വീട്ടിൽ നിന്നും വാടക വീട്ടിലേക്ക് മാറി മാറി പൈസ ഇല്ലാതെ നടക്കുന്നവർക്കറിയാം അതിൻ്റെ വില. നമ്മുടെ ഏത് ആവശ്യങ്ങളും നിവർത്തിക്കുവാൻ കർത്താവ് ശക്തനാണ്. കൈകളെ ഉയർത്തി എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറയാം. കർത്താവെ, ഈ സഹോദര ജീവിതത്തിൽ ചെയ്ത എല്ലാറ്റിനുമായി നന്ദി. മാത്രമല്ല കർത്താവെ, ഈ സമയത്ത് കൈകൾ ഉയർത്തിയിരിക്കുന്നവരിൽ ഒരു ഭവനമോ മറ്റേതെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ കർത്താവെ, ഞങ്ങൾക്ക് ആശ്രയിക്കുവാൻ വേറെ ആരുമില്ല. ഒരാവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ എന്തുമായിക്കോട്ടെ, എന്ത് ആത്മീയമാകാം ഭൗതികമാകാം, 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനോടൊന്ന് ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരുന്നുകൊണ്ട് സംസാരിക്കാമോ? യേശുവെ, ഞാൻ വേറെ ആരിലേക്കും പോകുന്നില്ല, എൻ്റെ ആശ്രയം നീയാണ്. എല്ലാവരും ചേർന്ന് പറയാമോ? എൻ്റെ ആശ്രയം, ഉറക്കെ പറയും, എൻ്റെ ആശ്രയം ആകാശവും ഭൂമി നിർമ്മിച്ച അങ്ങയിലാകുന്നു. കർത്താവ്, ഈ ആശ്രയത്തെ മാനിച്ച് എല്ലാവർക്കും വേണ്ടി അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി പറയുന്നു. ഇൻ ജീസസ് നെയിം,
ആമേൻ. The Bible says nothing is impossible with him. ബൈബിൾ പറയുന്നു അവനാൽ അസാധ്യമായിട്ടൊന്നും തന്നെയില്ല. Hallelujah. ഹല്ലേലൂയ. There are immense possibilities with our God. ഓർക്കുക, നമ്മുടെ ദൈവത്താൽ സാധ്യമായ കാര്യങ്ങളുടെ സംഹിതകൾ മാത്രമേ പറയാനുള്ളൂ. He can break chains. അവന് ചങ്ങലകളെ പൊട്ടിക്കാൻ He സാധിക്കും. can break bondages. അവന് തടവുകളെ പൊട്ടിച്ചു മാറ്റാൻ He can സാധിക്കും. destroy yokes. അവന് നുകങ്ങളെ തകർക്കുവാൻ സാധിക്കും. He can pull down Jericho walls. അവന് എരിഹോവിന്റെ മതിലുകളെ തകർത്ത് കളയാൻ He can സാധിക്കും. split asunder all the Red Seas. എല്ലാ ചെങ്കടലുകളെയും രണ്ടാക്കി പിളർക്കുവാനായിട്ട് അവന് സാധിക്കും. He is mighty indeed. ഓർക്കുക, പ്രവൃത്തിയിൽ അവൻ സർവശക്തനാണ്. Bible says with his right hand he does wonderful things and mighty deeds. ബൈബിൾ പറയുന്നു അവന്റെ വലങ്കരത്താൽ അവൻ സർവശക്തിയാൽ അവൻ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. So these simple apostles, these humble apostles, anointed apostles, they were arrested and they were put in public jail. ഇപ്പോൾ നോക്കുക, എളിയവരായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതകളൊന്നും കാര്യമായി പറയാനില്ലാത്ത ഈ അപ്പസ്തോലന്മാർ ഇപ്പോൾ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. But God came into action. എന്നാൽ ദൈവം അവിടെ പ്രവർത്തിക്കുവാനായി ഇറങ്ങി വന്നു. Hallelujah. ഹല്ലേലൂയ. All these apostles were taken out of the jail miraculously. Not the jail guard, not the jailer, not any authority there, but God sent his angels to take them out. നോക്കുക, ഈ അപ്പസ്തോലന്മാർ അത്ഭുതകരമായി ജയിലിൽ നിന്ന് പുറത്തു വരികയാണ്. ദൈവം അവിടെ ഒരു ജയിൽ അധികാരിയെയോ മറ്റൊരു മനുഷ്യനെയോ അല്ല ഉപയോഗിച്ച് ദൈവം തമ്പുരാൻ നേരിട്ട് തന്റെ ദൂതനോട് കൽപ്പിച്ച് അവരെ പുറത്തു കൊണ്ടുവരികയാണ്. Hallelujah. ഹല്ലേലൂയ. Our God is a wonderful God. ഓർക്കുക, നമ്മുടെ ദൈവം സർവശക്തനായ ഒരു ദൈവമാണ്. So this verse is the angels came and rescued the apostles. ഈ വചനം പറയുന്നു, ദൈവത്തിന്റെ ദൂതന്മാർ വന്ന് ഈ അപ്പസ്തോലന്മാരെ വിടുവിച്ചെടുത്തു. We don't know how many apostles were put in jail. ഇവിടെ എത്ര അപ്പസ്തോലന്മാരാണ് ജയിലിലിട്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് We do know that all of them were delivered. എന്നാൽ ഒരു കാര്യം നമുക്കറിയാം, എല്ലാവരും വിടുവിക്കപ്പെട്ടിരുന്നു. Hallelujah. ഹല്ലേലൂയ. Even after this incident, many times they were arrested, many times they were put in prison. ഈ ഒരു സംഭവത്തിന് ശേഷം പല പ്രാവശ്യം ഈ അപ്പസ്തോലന്മാരെ ജയിലിൽ ഇടുവാനായിട്ടിടയായി തീർന്നിട്ടുണ്ട്. Acts chapter 12, Peter was put in prison. അപ്പസ്തോല പ്രവൃത്തി 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പത്രോസ് ജയിലിൽ അടയ്ക്കപ്പെടുന്നു. Acts chapter 16, Paul and Silas were put in prison. അപ്പസ്തോല പ്രവൃത്തി 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസും ശീലാസും ജയിലിൽ അടയ്ക്കപ്പെടുന്നു. Each time God intervened miraculously and took his servants out of prison. ഓരോ പ്രാവശ്യവും അത്ഭുതകരമായ വിധത്തിൽ, അതിശയകരമായ വിധത്തിൽ ഈ അപ്പസ്തോലന്മാരെ ആ തടവിൽ നിന്ന് കർത്താവ് അവരെ രക്ഷിച്ചു പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. Hallelujah. ഹല്ലേലൂയ. The same God is moving for us today. ഇതേ ദൈവം തന്നെ ഇന്ന് നമുക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. We are not serving a different God. നാം ആരും വ്യത്യസ്തനായ ഒരു ദൈവത്തെ അല്ല സേവിക്കുന്നത്. We are serving the same God these apostles serve. ഈ അപ്പസ്തോലന്മാർ സേവിച്ചിരിക്കുന്ന ഇതേ ദൈവത്തെ തന്നെയാണ് നാമും ഇന്ന് സേവിക്കുന്നത്. Extraordinary miracles, sovereign miracles he can do even today for us. അതുകൊണ്ട് അസാധാരണമായ അത്ഭുതങ്ങൾ, പരമാധികാരത്തിലുള്ള അത്ഭുതങ്ങൾ, ഇതൊക്കെ കർത്താവിന് ഇന്നും നമ്മുടെ നടുവിൽ ചെയ്തെടുക്കാൻ സാധിക്കും. Hallelujah. ഹല്ലേലൂയ. There was a great evangelist called Philip in the Bible. ബൈബിളിൽ ഫിലിപ്പോസ് എന്ന പേരിലുള്ള മഹാനായിട്ടുള്ള ഒരു സുവിശേഷ പ്രവർത്തകനെ കാണാൻ സാധിക്കും. When he came to Samaria, a city, സമരിയ എന്ന് പറയുന്ന പട്ടണത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നപ്പോൾ so many people were healed. ഒത്തിരി ആളുകൾ അവിടെ സൗഖ്യമായി. They saw the demonstration of the power of God. ദൈവത്തിന്റെ ശക്തിയുടെ വെളിപ്പെടൽ അവരവിടെ കണ്ടു. Do you know what happened? എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? One time the Holy Spirit himself
took him in his hands and put him some other place. ഒരു പ്രാവശ്യം ദൈവത്തിന്റെ ആത്മാവ് തന്നെ അവനെ ഫിലിപ്പോസിനെ തന്റെ കൈകളിലെടുത്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി എത്തിച്ചു കൊടുത്തു. And this is called spiritual transportation. ഇതിനെ പറയുന്നത് ആത്മീക ഗതാഗത സംവിധാനം എന്നാണ്. Hallelujah. Because he was ministering in some place, and the hand of the Lord in an invisible way took him to another place called Ashdod. ഓർക്കുക, ഒരു സ്ഥലത്ത് ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന ഫിലിപ്പോസ് എന്ന് പറയുന്ന സുവിശേഷകനെ ദൈവത്തിന്റെ ആത്മാവിന്റെ കരങ്ങളിൽ വഹിച്ചെടുത്തിട്ട് മറ്റൊരു സ്ഥലത്ത് അസ്തോദ് എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി ശുശ്രൂഷിപ്പിക്കുകയാണ്. Hallelujah. Hallelujah. The same Holy Spirit can carry us in our lives. ഓർക്കുക, ഇതേ പരിശുദ്ധാത്മാവിന് ഫിലിപ്പോസിനെ വഹിച്ചതുപോലെ നമ്മെയും വഹിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. Hallelujah. Hallelujah. Now you are in this level, but the Holy Spirit can take you to another higher level. ഇന്ന് നിങ്ങൾ ഈ തലത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ആത്മീകമായി പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉയർന്ന തലത്തിലേക്ക് എടുത്തുകൊണ്ടുപോകാൻ പോകുകയാണ്. How many of you want to grow in Christ? നിങ്ങളിൽ എത്ര പേർക്ക് ക്രിസ്തു യേശുവിൽ വളരണമെന്ന് താല്പര്യമുള്ളവരായിട്ടുണ്ട്? Hallelujah. Hallelujah. If you are really eager and you have a longing in the Spirit, surely definitely the Holy Spirit will take you to another dimension. നിങ്ങൾ ആത്മാവിൽ ഈ കാര്യത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അത് വേണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിശ്ചയമായിട്ടും ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിലൂടെ ദൈവം നിങ്ങളെ ആത്മീകമായി അടുത്ത തലത്തിൽ കൊണ്ടെത്തിക്കാൻ പോകുകയാണ്. Another category of miracle is healing miracles of God. അത്ഭുതങ്ങളുടെ അടുത്ത വിഭാഗം എന്നുള്ളത് രോഗസൗഖ്യങ്ങളുടെ അത്ഭുത വിഭാഗം എന്നുള്ളതാണ്. He can heal any disease. അവന് ഏത് രോഗവും സൗഖ്യമാക്കാൻ സാധിക്കും. He has treated all the diseases in this world. ഈ ലോകത്തിലെ സകല രോഗങ്ങളെയും അവൻ പരിശോധിച്ച് ചികിത്സിക്കുന്നവനാണ്. Matthew chapter 4 verse number 33. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വചനം. Matthew chapter 9 and verse number 35. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വചനം. John chapter 6 verse number 2. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനം. Jesus healed all kinds of diseases. യേശു സകല രോഗികളെയും സൗഖ്യമാക്കി. Hallelujah. ഹല്ലേലൂയ. In a miraculous way, Jesus is still healing people. അത്ഭുതകരമായ വിധത്തിൽ ഇന്നും യേശു രോഗങ്ങളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. The Bible says, with his stripes we are healed. ബൈബിൾ പറയുന്നു, അവന്റെ അടിപ്പിണരാൽ നാം സൗഖ്യമായിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. So there is a purpose. When Jesus underwent all the lashing and all the whipping, there was a purpose behind that. യേശു കർത്താവ് അനുഭവിച്ച ഓരോ ചാട്ടവാറിന്റെ അടിയുടെ പിറകിലും ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ടായിരുന്നു. Jesus was beaten 40 minus 1, 39 times. യേശു കർത്താവ് ഒന്നുകുറയെ 39 തവണ അടി ഏറ്റു. And the Bible says, because of his stripes we are healed. ബൈബിൾ പറയുന്നു, അവന്റെ ആ അടിപ്പിണരാൽ നാം സൗഖ്യമായിരിക്കുന്നു. Psalm 103, the Bible says, he sent his word and healed their diseases. 103-ാം സങ്കീർത്തനത്തിൽ ബൈബിൾ പറയുന്നു, അവൻ തന്റെ വചനമയച്ച് സൗഖ്യമാക്കുന്നു. And when the word of God is coming, remember, healing is coming to our life. ഓർക്കുക, ദൈവത്തിന്റെ വചനം നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോൾ അതോടൊപ്പം ദൈവത്തിന്റെ രോഗസൗഖ്യം കൂടിയാണ് അതിലൂടെ ഇറങ്ങി വരുന്നത്. Hallelujah. ഹല്ലേലൂയ. So if we are ready, we can receive healing through the word of God. അതുകൊണ്ട് നാം മനസ്സിൽ ഹൃദയത്തിൽ തയ്യാറാണെങ്കിൽ വചനം സ്വീകരിക്കുന്നതിനോടൊപ്പം നമുക്ക് രോഗസൗഖ്യത്തെയും സ്വീകരിക്കാൻ സാധിക്കും. The fourth category is material miracles. 4-ാമത്തെ അത്ഭുത വിഭാഗം എന്നുള്ളത് ഭൗതിക അത്ഭുത വിഭാഗമാണ്. Substance miracles. അല്ലെങ്കിൽ പദാർത്ഥങ്ങളുടെ കാര്യത്തിലുള്ള അത്ഭുതം. Jesus did many material miracles. യേശു കർത്താവ് പല ഭൗതിക അത്ഭുതങ്ങൾ ചെയ്തവനാണ്. Hallelujah. ഹല്ലേലൂയ.
once he was having a huge meeting, ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു വലിയ മീറ്റിംഗ് നടക്കുന്ന and on സമയത്ത് the third day there was no food to be served. മൂന്നാം ദിവസമായപ്പോൾ ഭക്ഷണമൊന്നും വിളമ്പുവാനായിട്ടില്ല. As you know the story, there was a boy and he had only 5 loaves and 2 fish. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ഒരു ആൺകുട്ടിയുടെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. And to publicly, as all of them were looking, he took the bread and the fish in his hands, and the bread and fish start multiplying. എല്ലാവരും കാൺകെ 5 അപ്പവും 2 മീനും കൈകളിലെടുത്ത് യേശു കർത്താവ് ഉയർത്തി പ്രാർത്ഥിച്ചു. ഉടൻ തന്നെ അത് അനേകായിരമായി തീർന്ന അനേകർക്ക് അത് ഭക്ഷിക്കുവാൻ This is സാധിച്ചു. called material miracles. ഇതിനെയാണ് ഭൗതികമായ അത്ഭുതം എന്ന് പറയുന്നത്. And here the quantity of the substance started increasing or multiplying. ഇവിടെ സംഭവിച്ചത് ഈ ഭൗതികമായ അത്ഭുതത്തിൽ പദാർത്ഥത്തിന്റെ അഥവാ കാര്യങ്ങളുടെ അളവിലുള്ള വർധനവിലാണ് അത്ഭുതം സംഭവിച്ചിരിക്കുന്നത്. When we come to John chapter 2, എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് നാം എത്തിച്ചേരുമ്പോൾ we know that Jesus was in a wedding house. യേശു കർത്താവ് അവിടെ ഒരു കല്യാണ വീട്ടിലായിരിക്കുന്നതിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. And we all know that Jesus turned water into wine. നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ യേശു വെള്ളത്തെ വീഞ്ഞാക്കി തീർക്കുകയാണ് ചെയ്തത്. So one substance turned to another substance. ഇവിടെ ഒരു പദാർത്ഥം മറ്റൊരു പദാർത്ഥമായി മാറ്റം ഭവിച്ചിരിക്കുകയാണ്. The volume did not increase, but one substance turned into another substance. അവിടെ അതിന്റെ അളവിൽ പദാർത്ഥത്തിന്റെ അളവിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പക്ഷെ പദാർത്ഥത്തിനാണ് മാറ്റം വന്നിരിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. The first miracle on the bread and fish is called quantity miracle. ആദ്യത്തെ അത്ഭുതം, ഞാൻ പറഞ്ഞ അത്ഭുതം, അപ്പത്തിന്റെയും അതുപോലെ മീനിന്റെയും കാര്യത്തിൽ എണ്ണത്തിലുള്ള വർധനമാണ് സംഭവിച്ചിരിക്കുന്നത്. In the second miracle it was a quality miracle. എന്നാൽ രണ്ടാമത് വീഞ്ഞിന്റെ കാര്യത്തിലേക്ക് വന്നപ്പോൾ ഗുണത്തിന്റെ കാര്യത്തിൽ, ഗുണമേന്മയുടെ കാര്യത്തിലാണ് വർധനവുണ്ടായിരിക്കുന്നത്. Jesus can change quantity, Jesus can change quality. യേശു കർത്താവിന് അളവിൽ വർധനവ് നൽകാൻ സാധിക്കും. യേശുവിന് ഗുണത്തിന്റെ കാര്യത്തിലും മാറ്റം നൽകാൻ സാധിക്കും. How many of you want to receive such miracles in your life? ഇത്തരം ഒരു അത്ഭുതം എനിക്ക് വേണം, എൻ്റെ ജീവിതത്തിൽ വേണമെന്ന് പറയുന്ന എത്ര പേരുണ്ട്? അവരുടെ കൈകൾ കാണട്ടെ. Because he is the creator, he can do anything in your life. കാരണം അവൻ സൃഷ്ടാവാണ്. അവന് ഇത്തരത്തിലുള്ള ഏതൊരു മാറ്റവും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ സാധിക്കും. The Bible says he can move in your life in such a way that you will have sufficiency in all areas of your life. ബൈബിൾ പറയുന്നു, ഇതുപോലുള്ള രീതിയിൽ അവൻ ചലിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ സകല മേഖലയിലും സകലത്തിലും നിറവുള്ളവരായി നിങ്ങൾ മാറ്റപ്പെടുകയാണ്. Say hallelujah. ചേർന്നൊരു ഹാലലൂയ പറയാമോ? And some of you always you have an inferiority complex. I am not qualified as they are. I am not wealthy as they are. I am not able as they are. എന്നാൽ നമ്മളിൽ പല ആളുകൾക്കും ജീവിതത്തിൽ അപകർഷതാബോധമുള്ള വ്യക്തികളാണ്. അവർ ഇങ്ങനെ ചിന്തിക്കും, ആ വ്യക്തിയെ പോലെ എനിക്ക് കഴിവുകളില്ലല്ലോ, ആ വ്യക്തിയെ പോലെ എനിക്ക് യോഗ്യതകളില്ലല്ലോ, ആ വ്യക്തിയെ പോലെ എൻ്റെ കയ്യിൽ ധനമൊന്നുമില്ലല്ലോ എന്ന് നാം ചിന്തിക്കുന്ന വ്യക്തികളാണ്. But let me tell you, when Jesus is in your life, you will have all sufficiency in him. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ സകല കാര്യത്തിലും ഒരു നിറവ് നിങ്ങൾക്ക് കാണുവാനായി സാധിക്കും. Hallelujah. ഹല്ലേലൂയ. Can I tell you something? ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. Life with Jesus is a miracle life. യേശുവിനോടൊപ്പമുള്ള ജീവിതം അതൊരു അത്ഭുത ജീവിതമായിരിക്കും. When Jesus was here on earth ministering to people, യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനങ്ങളെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന സമയത്ത് in some areas when he went, there were lot of miracles. ചില സ്ഥലങ്ങളിൽ യേശു കർത്താവ് കടന്നുപോയ ചില സ്ഥലങ്ങളിൽ വളരെയധികം അത്ഭുതങ്ങൾ നടന്നു. Especially in the Galilean region, Capernaum, Bethesda, and all these region, there were uncounted thousands of miracles happening there. പ്രധാനമായിട്ട് ഗലീല പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ബെഥെസ്ദ, കഫർനഹൂം തുടങ്ങിയുള്ള സ്ഥലങ്ങളിൽ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ സാധിക്കാവുന്നതിലും അധികം അത്ഭുതങ്ങൾ നടന്നതായി വായിക്കുന്നു.
in Bethsaida region, all gather and all these places, so many miracles happened. ബെത്സീദ തുടങ്ങിയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ വന്നു ചേർന്ന ഒത്തിരി പേർ സൗഖ്യം But പ്രാപിക്കുക. when he moved to some other places, എന്നാൽ അവൻ ചില സ്ഥലങ്ങളിലേക്ക് ചെന്നപ്പോൾ there were not much miracles. അവിടെയൊന്നും അധികം അത്ഭുതങ്ങൾ നടന്നില്ല. And the Bible clearly tells that because of their unbelief, he could not do much miracles there. ബൈബിളിൽ വ്യക്തമായി അവിടെ എഴുതിയിരിക്കുന്നു, അവരുടെ അവിശ്വാസം നിമിത്തമായി അവൻ അവിടെ അത്ഭുതമൊന്നും പ്രവർത്തിക്കാൻ സാധിച്ചില്ല. So what is limiting God? What is blocking God is our unbelief. അതുകൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ പരിധി വെക്കുന്നതും ദൈവത്തിൻ്റെ പ്രവർത്തികൾക്ക് തടസ്സമായി നിൽക്കുന്നതും എന്താണെന്ന് ചോദിച്ചാൽ അത് മനുഷ്യന്റെ അവിശ്വാസമാണ്. Hallelujah. ഹല്ലേലൂയ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ആറ്റിങ്ങൽ ജനുവരി 29 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ ആറ്റിങ്ങൽ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മുണ്ടക്കയം ജനുവരി 30 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഹെൻറി ബേക്കർ മെമ്മോറിയൽ CSI പാരിഷ് ഹാൾ മുണ്ടക്കയം. ഇനി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായി പോവുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് കർത്താവെ ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ ഓരോ വ്യക്തികളുടെ മേലും അങ്ങ് പകരണമേ കർത്താവെ. എനിക്ക് ഇന്നൊരു അനുഗ്രഹം വേണമെന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ഈ സമയത്ത് സ്ക്രീനിലേക്ക് നിങ്ങളുടെ കൈകൾ നീട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ്. ഇപ്പോൾ തന്നെ ആ അനുഗ്രഹങ്ങളെ അങ്ങ് പകർന്നതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവെ. അതുപോലെ ചില ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ചില വ്യക്തികൾ, കർത്താവ് ഒരു അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ്. കർത്താവിൻ്റെ കരം നിങ്ങളുടെ മേൽ വന്ന് അത്ഭുതകരമായ ഒരു അനുഗ്രഹത്തോടു കൂടിയുള്ള ജോലി തന്നെ കർത്താവ് നിങ്ങൾക്ക് നൽകുകയാണ്. താങ്ക് യു ജീസസ്. കർത്താവെ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ രോഗികളായിട്ടുള്ളവരുടെ മേൽ അങ്ങ് പകർന്നതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. ശ്വാസം എടുക്കുന്നതിൽ വളരെ ബുദ്ധിമുട്ടുള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കാഴ്ച മങ്ങുന്ന, വളരെ ചെറുപ്പത്തിലെ തന്നെ കാഴ്ച ശക്തി മങ്ങിക്കൊണ്ടിരിക്കുന്ന ചില കുട്ടികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കാഴ്ച മങ്ങുന്ന അത്തരം ചില കുഞ്ഞുങ്ങൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അതുപോലെ തന്നെ ചുണ്ട് വിണ്ട് കീറുന്ന ചില അസുഖം ഈ സമയത്ത് കർത്താവ് സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിൽ തരിപ്പ് അനുഭവിക്കുന്ന ആ രോഗം ഈ സമയത്ത് അത് സൗഖ്യമാകുന്നതായി കർത്താവ് പറയുന്നു. അതുപോലെ കാൽവെള്ള എപ്പോഴും ചുട്ടുപഴുത്തുകൊണ്ടിരിക്കും. ചില സമയത്ത് നിങ്ങൾ കാല് താഴെ തറയിൽ നിങ്ങൾ വല്ലാത്ത രീതിയിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ തന്നെ ആ വ്യക്തി സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെരിക്കോസ് വെയിൻ ഈ സമയത്ത് സൗഖ്യമാകുകയാണ്. ചില സ്കിൻ അലർജികൾ ഈ സമയത്ത് മാറിപ്പോകുന്നു. കർത്താവിൻ്റെ കരം അവരുടെ മേൽ ഇത് വരികയാണ്. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. അതുപോലെ തന്നെ എല്ലായ്പ്പോഴും ദുസ്വപ്നങ്ങൾ കാണുന്ന ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ വിടുവിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവരുടെ ഭയം അവരെ വിട്ട് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. ചില രോഗികൾ ഈ സമയത്ത് സൗഖ്യം പ്രാപിക്കുകയാണ്. ഷോക്കേറ്റിട്ടുള്ള ചില രോഗികൾ, ഷോക്കേറ്റ് നിമിത്തമായിട്ട് ഇന്നും ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ചില രോഗികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തികൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മൂക്കിൽ നിന്ന് രക്തം വരുന്ന ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വ്യക്തി സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില മാതാപിതാക്കൾ അത്ഭുതകരമായൊരു വിടുതൽ കർത്താവ് അങ്ങ് ചെയ്തതിനായി നന്ദി. മക്കൾക്ക് വേണ്ടി കർത്താവിൻ്റെ കരം അവർക്ക് വേണ്ടി അങ്ങ് വെളിപ്പെട്ട് വരുന്നത് കർത്താവ് ഈ ദിവസങ്ങളിൽ അങ്ങ് തെളിയിക്കണമേ എന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ തന്നെ ഭക്ഷണം ശരിയായ രീതിയിൽ കഴിക്കാൻ സാധിക്കാത്ത ഒരു രോഗി, നിങ്ങൾ ഖര രൂപത്തിലുള്ള ഭക്ഷണങ്ങളല്ല ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്. പക്ഷെ ഒരു വലിയ മാറ്റം കർത്താവ് ഇപ്പോൾ ആ രോഗിക്ക് നൽകുകയാണ്. ഇപ്പോൾ തന്നെ കർത്താവെ
നല്ല ആഹാരങ്ങൾ, കട്ടിയായിട്ടുള്ള ആഹാരങ്ങൾ ഒക്കെ കഴിക്കുവാനുള്ള ദൈവികമായ അനുഗ്രഹത്തെ അങ്ങ് പകരണമേ എന്നുകൂടെ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ തന്നെ എല്ലായ്പ്പോഴും ഇങ്ങനെ കോൾഡും കോഫും അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി എപ്പോഴും ജലദോഷം പോലെ എപ്പോഴും അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുകയാണ്. അതുപോലെ കൈകാലുകളിലുള്ള നീർവീക്കം ഈ സമയത്ത് കർത്താവ് എടുത്തു മാറ്റുന്നതായി കർത്താവ് പറയുന്നു. അതുപോലെ ക്രിയാറ്റിൻ്റെ അളവ് കർത്താവ് ഈ സമയത്ത് അത് നോർമലൈസ് ചെയ്യിപ്പിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് കർത്താവ് അത് നോർമലാക്കുകയാണ്. അതുപോലെ വൃക്കയ്ക്കകത്തുള്ള തകരാറുകൾ ഈ സമയത്ത് കർത്താവ് ഇത് പരിഹരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവിൻ്റെ കരം അങ്ങ് വെളിപ്പെടുത്തിയതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. എല്ലാ രോഗികളെയും ഈ സമയത്ത് സൗഖ്യമാകുവാനായി യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് സൗഖ്യമാക്കിയതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്ന് നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് ആറ്റിങ്ങലിൽ വെച്ചിട്ടാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ പ്രത്യേകമായി അവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ തന്നെ നാളെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് മുണ്ടക്കയത്ത് വെച്ചിട്ടാണ്. മുണ്ടക്കയത്ത് എന്ന് പറയുമ്പോൾ കോട്ടയം ജില്ലയിലും അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലുമുള്ള എല്ലാവർക്കും അവിടെ വരുവാനായിട്ട് സാധിക്കും. എല്ലാ പ്രിയപ്പെട്ടവരെയും ആ മീറ്റിങ്ങിന് വേണ്ടി പ്രത്യേകമായി ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്കുള്ള പ്രത്യേകമായ അനുഭവങ്ങൾ അവിടെ വന്ന് പങ്കുവെക്കാനായിട്ട് മറക്കരുത്. അടുത്ത ആഴ്ചയിലെ എപ്പിസോഡ് കാണാൻ മറക്കരുത്. അതുവരെയും കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ഏവർക്കും ശരണപ്പെടാം.